ഹായ് ഡിയേഴ്സ്, ഞാനും എൻ്റെ വി ക്രിയേറ്റേഴ്സ് ടീമും ഇപ്പം ഉള്ളത് രണ്ടത്താണിയിലുള്ള ശാന്തിഭവനം എന്നൊരു സ്ഥാപനത്തിലാണ്. ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മുലകുടിക്കുന്ന കുട്ടികൾ മുതൽ വലിയ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികൾ വരെ ഇവിടെ താമസിക്കുന്നുണ്ട്. ആരോരുമില്ലാത്ത കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള നിത്യോപയോഗ സാധനങ്ങളും അങ്ങനെ അവരെ കൂടെ ഒരു ദിവസം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്നുള്ള ഇതിലാണ് നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായത്. അവിടെ പോകുമ്പോഴാണെങ്കിൽ അവിടെ കണ്ടാൽ നമുക്ക് കണ്ണ് നിറയാതെ നമുക്ക് അവിടുന്ന് തിരിച്ചു വരാൻ കഴിയില്ല. ഓരോരോ കുട്ടികളെ അവസ്ഥ വിചാരിച്ച് ആരോരുമില്ലാതെ തനിച്ചാക്കപ്പെട്ട മക്കളെയാണ് അവർ ഏറ്റെടുത്തത് വളർത്തുന്നത്. അപ്പോൾ അവിടത്തേക്ക് ഒരു ദിവസം തന്നെ നല്ല ചിലവ് വരുന്നുണ്ട് ഈ എല്ലാ മക്കൾക്കും കൂടിയിട്ട്. ഞാൻ ആ സ്ഥാപനത്തിൻ്റെ ഗൂഗിൾ പേൻ്റെ സ്കാനർ ഞാൻ ഇവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന തുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ ചെറിയത് വലുതെന്നൊന്നും ചിന്തിക്കേണ്ട, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഈ പലതുള്ളി പെരുവെള്ളം എന്ന് പറയുന്നത് പോലെ എത്രയാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ സന്മനസ് തോന്നി അയക്കുമ്പോൾ അവർക്ക് അത് ഒരു ആശ്വാസമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പല വിശേഷങ്ങളുണ്ടല്ലോ, ബർത്ത്ഡേ, കല്യാണ പാർട്ടി, ആനിവേഴ്സറി പാർട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നടക്കുന്ന സമയത്ത് നമ്മളെ കഴിയുന്ന കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റേതായ ഒരു സന്തോഷം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തുള്ള മക്കൾക്ക് അതൊരു സഹായമാവും. ഇനിയും ഈ സ്ഥാപനത്തെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി വരുന്ന എൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്ക്. അസ്സലാമു അലൈക്കും, നമസ്കാരം. പി ക്രിയേറ്റേഴ്സിന്റെ ഒരു ആൾ കേരള ഇൻഫ്ലുവൻസേഴ്സിന്റെ കൂട്ടായ്മയാണ്. കുറച്ച് പേരുള്ളൂ. ശാന്തി ഭവനം കുരുന്നുകൾക്ക് ഒരു സ്നേഹവിരുന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ശാന്തി ഭവനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കല് രണ്ടത്താണി പൂവഞ്ചന എന്ന സ്ഥലത്താണുള്ളത്. 75 മക്കള്, ചെറിയ മുല കൊടുക്കുന്ന മക്കൾ മുതൽ +2 ഡിഗ്രി വരെ പഠിക്കുന്ന മക്കളുണ്ട്. ആരാരുമില്ലാത്ത അമ്മത്തൊട്ടിൽ പോലെ ഉപേക്ഷിക്കപ്പെട്ട ആരുമില്ലാതെ ഒരു പറ്റം കുട്ടികൾ താമസിക്കുന്ന ഒരിടമാണ് ഇവിടെ. നമ്മളിവിടെ ഒരു ദിവസം ഇവരോടൊപ്പം കളിയും ചിരിയുമായിട്ട് കൂടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിലുപരി നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ, ഇവിടുത്തെ നിത്യോപയോഗ സാധനങ്ങളായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ, ഇത് ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള കാരണം ഈ ഒരു സ്ഥാപനത്തിനെ കുറിച്ച് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നത് വന്നിട്ടെങ്കിൽ കൂടിയിട്ട് എന്നോട് ഇവിടുത്തെ നാസർ മാഷ് വിളിച്ചോ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ കൂടെ നമ്മളെ നമ്മളെ ഗ്രൂപ്പിന്റെ അഡ്മിൻസ് കാര്യങ്ങൾ എല്ലാവരും ഉണ്ട്, മനക്കൊന്ന് വരാൻ പറ്റുമോ ഇങ്ങനെ ഇതിനെക്കുറിച്ച്. അപ്പൊ എന്തോന്ന് പറഞ്ഞില്ല, 1-2 കാര്യങ്ങൾ അല്ലേ. നമ്മളോട് റോഡിന്റെ കാര്യം പറഞ്ഞു, പിന്നെ പുതിയ ബിൽഡിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഇതിന്റെ വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭാഗങ്ങൾ, ഇതിന്റെ അഭിപ്രായങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് ഇതിന്റെ ആവശ്യം എന്നുള്ളത്. അതുപോലെ തന്നെ നിങ്ങളാൽ കഴിയുന്നതൊക്കെ ഇതിന് സഹായിക്കും ഇത്തരത്തെ സ്ഥാപനങ്ങൾ. കാരണം നമുക്കറിയാം ഇവിടെ എല്ലാ ആളുകളും സ്റ്റാഫുകളൊക്കെ ഇതിനും വേണ്ടിയിട്ട് തയ്യാറെടുക്കും. ഇവിടെ വരുമ്പോൾ കണ്ണ് നിറയാത്ത ഒരാളുണ്ടായിട്ടില്ല. കാരണം ഇവിടെ വന്ന് പോയവർക്ക് അറിയാം, അതുപോലെ തന്നെ ഈ വരാനുള്ളവരോടാണ് പറയുന്നത്. കാരണം അത്രയും നെഞ്ച് പൊട്ടുന്ന രംഗങ്ങളാണ്. മനസാക്ഷിയുള്ളവർ കേട്ടോ, ഒരു മക്കളെ സ്നേഹിക്കുന്നവർ, അല്ലെങ്കിൽ മാതാപിതാ ബന്ധമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മക്കളെ കുറിച്ചൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പിഞ്ചു മക്കള് ഈ തൊട്ടിലൊക്കെ കിടക്കണ കാണുമ്പോൾ, പാല് കൊടുക്കുന്ന കുട്ടികൾ, ഇവർക്കില്ല മുല കൊടുക്കാതെ എന്താ പറയാ, ഈ ലാക്ടോജനും പൊടിയും പാലുൽപ്പന്നങ്ങളും മറ്റും കൊടുത്തിട്ട് വളർത്തുന്നത് നമ്മളൊക്കെ വരുമ്പോൾ ഉറങ്ങണതൊക്കെ കാണുമ്പോൾ, ഈ മക്കളെ കളിച്ചിട്ട് കാണുമ്പോൾ മനസ്സ് വേദനിച്ചു പോകും. അതുകൊണ്ട് ഈ ഒരു സ്ഥാപനത്തിന് നിങ്ങൾ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വരണം എന്നാണ് പറയാനുള്ളത്. നിങ്ങളാൽ കഴിയുന്ന ചെറിയ സംഖ്യകൾ ഈ ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ താഴെ കൊടുക്കുന്ന ഈ നമ്പറിലോ ഗൂഗിൾ പേയിലൊക്കെ അയച്ചിട്ട്, അതുപോലെ തന്നെ ഇതിന് വേണ്ട ഭാവിയിൽ വരുന്ന ഈ ബിൽഡിംഗ് കാര്യങ്ങൾ, അതുപോലെ തന്നെ റോഡിന്റെ കാര്യങ്ങൾ നാശനഷ്ടങ്ങൾ നടന്നു. എല്ലാവരും നിങ്ങളോട് കഴിയുന്ന സഹായങ്ങൾ ഇതൊക്കെ നമുക്ക് ബാക്കി വെക്കാൻ പറ്റുള്ളൂ. എന്താണ് ഷാദി പറയാനുള്ളത്? മാനൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് വി ക്രിയേറ്റേഴ്സിന്റെ ഒരു പ്രോഗ്രാമിലാണ് ഇപ്പോൾ ഞങ്ങൾ ശാന്തി ഭവനിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഞാൻ സെക്കൻഡ് ടൈമാണ് ഇവിടെ വരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് സ്നേഹവീട് എന്നൊരു കൂട്ടായ്മയിലൂടെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, മാനൊക്കെ പറഞ്ഞ അതേപോലെ തന്നെയാണ്. പല തുള്ളി പെരുവെള്ളം നമ്മളെ കൊണ്ട് എന്താണ് ഇവർക്ക് ചെയ്യാൻ പറ്റുക. കാരണം നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ പരിപൂർണമായ സുഖ സൗകര്യങ്ങൾ ജീവിക്കുന്ന ആളുകളാണ്. ഇവിടുത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ സ്നേഹം കൊതിക്കുന്നവരാണ്. ഇവിടെ വരുമ്പോൾ നമ്മളാണ് അവരെ അച്ഛനും അമ്മയും, നമ്മളാണ് അവരെ സഹോദരങ്ങളും. അപ്പോൾ ഈ ടൈമിലൊക്കെ നിങ്ങൾക്ക് എന്താണ് അവർക്ക് നൽകാൻ പറ്റുക അത് നൽകുക. ഏറ്റവും ആദ്യം നിങ്ങൾ നൽകേണ്ട സ്നേഹമാണ്, ചേർത്ത് പിടിക്കലാണ്. ഇവിടെ ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ അടുത്ത് ഓടി വരുമ്പോൾ സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് നമ്മൾ കാണുക, അവരെ ചേർത്ത് പിടിക്കുക. അതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുക. ഈ ഒരു ശാന്തി ഭവനം ഒരു മാസം റൺ ചെയ്യണമെങ്കിൽ 7 ലക്ഷം രൂപ ചെലവാണ്. അപ്പോൾ നമ്മളെ കൊണ്ട് എന്താണ് പറ്റുക, അവരെ ഗൂഗിൾ പേ നമ്പറും സ്കാനറൊക്കെ നമ്മൾ ആഡ് ചെയ്യും. നിങ്ങളെല്ലാവരും സഹായിക്കുക. വി ക്രിയേറ്റേഴ്സ് ഫാമിലിയുടെ വന്നു പോയതിനു ശേഷം അവർക്ക് പുതിയൊരു മാറ്റം വരണം. ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കലും നമ്മളെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്.
ശാന്തി ഭവനത്തിന്റെ മക്കളല്ല, ഇവര് നമ്മുടെ മക്കൾ കൂടിയാണ്. നമ്മളെ മക്കൾക്ക് ആർക്കും ഈ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്. വി ക്രിയേറ്റേഴ്സ് ഇനി ഇവിടെ അതെ അതെ അതുപോലെ തന്നെ സഹായങ്ങൾ ചെയ്യും. അതെ അതുപോലെ തന്നെ നിങ്ങൾക്കും കുടുംബസമേതം വരാം, സ്കൂൾ ഗ്രൂപ്പായിട്ട് വരാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പിന്നെ ഫംഗ്ഷനുകൾ സെലിബ്രേഷനുകൾ നിങ്ങൾക്ക് വീട്ടിലോ അല്ലെങ്കിൽ വിവാഹ പിന്നെ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മക്കളോടൊപ്പം വരാം. ഒരു നേരത്തെ ഫുഡ് കൊടുക്കുക, അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കുക, അതിൽ സാമ്പത്തിക സഹായം കൊടുക്കുക. ഇതൊക്കെ നമ്മളെ മാത്രം കുറച്ച് ആളുകൾ വീഡിയോ ചെയ്യുന്നവരെ അല്ലെങ്കിൽ കാണുന്നവരെ ഉത്തരവാദിത്തമല്ല കേട്ടോ. ഇതൊക്കെ റബ്ബിന്റെ കോടതിയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് നിങ്ങളൊക്കെ ചോദ്യം ചെയ്യപ്പെടും. കാരണം നിങ്ങളെ ചുറ്റുവട്ടത്ത് കണ്ണുമുന്നിൽ നമ്മളൊക്കെ പരിസരത്ത് ഇത്ര കുട്ടികൾ ഉണ്ടായിട്ട് നമ്മൾ എന്തുകൊണ്ട് പോയില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും പല വീഡിയോയിലും പറഞ്ഞതാണ്. നമ്മൾ ഈ ഭാഗത്ത് കൊണ്ട് മാത്രമായിട്ടില്ല, ഇതൊക്കെ നമ്മൾ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ, 1 രൂപയാണെങ്കിൽ ഒരു 50 രൂപ, 10 രൂപ, 20 രൂപ ഈ ഇതിൽ അയച്ചു കൊടുത്താൽ നമുക്ക് കുറച്ച് 20 രൂപ ഈ ഇതിൽ അയച്ചു കൊടുത്താൽ നമുക്ക് കുറച്ചൊരു സമാധാനം ഉണ്ടാകും. അതിൽ ചെയ്യാൻ പറ്റുന്നത് പരമാവധി നിങ്ങളെ എന്താ പറയുക മനസ്സാക്ഷിക്കനുസരിച്ച് സഹായം ചെയ്തു കൊടുക്കുക. ഇവരൊക്കെ വളർന്നു വരട്ടെ, വലുതാവട്ടെ, സമൂഹത്തിനും നാട്ടുകാർക്കും അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ നാടിനും ഉപകാരപ്പെടുന്ന മക്കളായി മാറട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, വി ക്രിയേറ്റേഴ്സ് ടീം ഇന്ന് രണ്ടത്താണി ശാന്തിഭവനിൽ സന്ദർശനം നടത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. പല രൂപത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഈ ടീമിന് ഇവിടെ വന്നതും ഇവിടെയുള്ള കുട്ടികളുമായി സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിലും ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. രണ്ടത്താണി ശാന്തിഭവൻ ഒരു 8 വർഷത്തോളമായി പാവപ്പെട്ട കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുന്ന മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തി വരികയാണ്. ഇപ്പോൾ ജനിച്ചത് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ സ്ഥാപനത്തിലുള്ളത്. ആ കുട്ടികളൊക്കെ തന്നെയും നല്ല നിലയിൽ വളരുന്നു. അവർക്ക് വിദ്യാഭ്യാസപരമായ ഭൗതികമായ വിദ്യാഭ്യാസം കോളേജുകളിൽ വരെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്. ഈ അടുത്ത കാലത്തായി ചോലനായ്ക്കൻ വിഭാഗത്തിൽപ്പെട്ട 4 കുട്ടികളും അവരുടെ അമ്മയും ഈ സ്ഥാപനത്തിൽ ഇപ്പോഴുണ്ട്. ഏതായിരുന്നാലും നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. ഇതിൻ്റെ ഒരു 2ാം ഘട്ടം എന്നുള്ള നിലക്ക് സെറിബ്രൽ പാൾസി, ഓട്ടിസം, അതേപോലുള്ള ജനിതക രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റ്, ഏകദേശം 8 കോടി രൂപയോളം എസ്റ്റിമേറ്റ് ഇട്ടൊരു വലിയ പ്രൊജക്റ്റാണ്. അതിനുവേണ്ടിയുള്ള സ്ഥലം നിലവിലുള്ള ശാന്തിഭവൻ്റെ തൊട്ടടുത്ത് തന്നെ ഏറ്റെടുത്ത് വിലക്ക് വാങ്ങി അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ചു. ഇനി അതിന് ബിൽഡിംഗ് വേണം. 16,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ പ്ലാൻ വരെ പാസ്സായിട്ടുണ്ട്. ആ ഒരു സ്ക്വയർ ഫീറ്റിന് 2,000 രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ്. അങ്ങനെ 16,000 പേര് 2,000 രൂപ വെച്ച് തരികയാണെങ്കിൽ ആ പദ്ധതി വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. നിങ്ങളുടെയൊക്കെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.